ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു അടിപൊളി ബീഫ് കറിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ പള്ളിയിലെല്ലാം നേർച്ചക്കായി കൊടുക്കുന്ന ബീഫ് കറിയുടെ അതേ രുചിയിൽ തന്നെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനുള്ള ഒരു തെളിവാണ് ഈ ഇറച്ചിക്കറി. ഇതെല്ലാവരും ചെയ്തു നോക്കണം. ഷാഹിദ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പള്ളികളിൽ റംസാൻ മാസം നേർച്ചക്കായി വെക്കുന്ന ബീഫ് കറിയുടെ റെസിപ്പിയാണ്. അത് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. വേണ്ടി 2 വലിയ സവാള അരിഞ്ഞത്, 1 സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 സ്പൂൺ ഇഞ്ചി ചതച്ചത്, കറിവേപ്പില, 2 തക്കാളി, 1 പച്ചമുളക്, ഇത്രയുമാണ് ആവശ്യം. ഇതെല്ലാം കൂടി ഒരു പ്രഷർ കുക്കർ എടുത്ത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സവാള, വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, ഗരം മസാലപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, 1/4 സ്പൂൺ മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി അത് ഇട്ട് കൊടുക്കാം. തക്കാളിയും പച്ചമുളകും, ഉപ്പ് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്രയും. ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് മസാലകളെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. എടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത മിക്സിയുടെ ജാറിൽ എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് 5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കും. ആദ്യത്തെ വിസിൽ ഒന്ന് നല്ലപോലെ കൂട്ടിയിട്ടതിന് ശേഷം ബാക്കി വിസിൽ സിമ്മായിട്ട് വേണം എടുക്കാൻ. ബാക്കി വിസിൽ തീ കുറച്ച് വെച്ച് വേണം എടുക്കാൻ വേണ്ടി. ആദ്യത്തെ വിസിൽ ഇച്ചിരി തീ കൂട്ടി വെച്ച് വേണം എടുക്കാൻ. കുക്കറിൽ 4 വിസിൽ വന്നിട്ടുണ്ട്. ഇനി 5ാമത്തെ വിസിൽ വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, കുറച്ച് 1 സ്പൂൺ പെരിഞ്ജീരകം, പിന്നെ കുറച്ച് 1/4 ടീസ്പൂൺ നല്ല ജീരകം, കുറച്ച് കറിവേപ്പില, 1/4 സ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു നുള്ളു കുരുമുളക്. ഇത്രയും ഒന്ന് ചീനച്ചട്ടിയിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. അടുപ്പ് കത്തിച്ചതിന് ശേഷം ഈ പൊടികളെല്ലാം ഇട്ട് കൊടുക്കുക. കറിവേപ്പില എടുത്തേക്കണം. പൊടികളെല്ലാം ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി കുറച്ചുകൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 1/2 കിലോ ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇത് മുഴുവൻ വീഡിയോയിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ശരിക്കും നല്ല പള്ളിയിലുണ്ടാക്കുന്ന കറി പോലത്തെ മണവും രുചിയും എല്ലാം കിട്ടുകയുള്ളൂ. ഇത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം. നല്ല രുചിയുള്ള ബീഫ് കറിയാണിത്.
ഇതിങ്ങനെ വറുത്ത് വരുമ്പോൾ നല്ല മണം വരും. ഗരം മസാലയുടെയും പെരിഞ്ജീരകത്തിൻ്റെയും എല്ലാം മണം അടുക്കള മൊത്തം നിറഞ്ഞു പോയി. കൊതിയൂറുന്ന മണം. ഇനി ഒരു വിസിലും കൂടി വരാനുള്ളൂ. 5 വിസിൽ വന്ന ശേഷം പ്രഷർ നല്ലവണ്ണം പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറക്കാം. ഇത് വറുത്ത് കഴിഞ്ഞു. ഇതങ്ങനെ വെച്ചേക്കാം. ഈ പൊടി മിശ്രിതം പൊടിക്കുന്ന ചെറിയ ജാറിലിട്ട് ഒന്ന് പൊടിച്ചു കൊണ്ടുവരാം. എടുത്തു വെച്ച പൊടികൾ നല്ലവണ്ണം പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ജീരകവും എല്ലാം. ഇതിനി കുറച്ച് നേരം വിസിൽ മൊത്തം തീരുന്നത് വരെ വെയിറ്റ് ചെയ്യും. 5 വിസിലും വന്ന് പ്രഷറെല്ലാം പോയിട്ട് പറഞ്ഞ് നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട്. ഇനി അടുപ്പ് കത്തിച്ച് ഈ എടുത്തു വച്ചിരിക്കുന്ന പൊടികൾ ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ച് നല്ലവണ്ണം ഇളക്കി കൊടുക്കും. ഇനിയാണ് ഉപ്പെല്ലാം കറക്റ്റാണെന്ന് നോക്കേണ്ടത്. ഉപ്പ് ഇച്ചിരി കുറവാണ്. ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ആകെ വളരെ കുറവ് ഉപ്പാണ് ഇട്ടത്. ഇത്ര ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ ഇപ്പോൾ ഇറച്ചിക്കറിയുടെ 3/4 ജോലിയും ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇറച്ചി വെന്തോന്ന് നോക്കാം. ചെറിയ വേവും കൂടി ഉണ്ട്. അതിങ്ങനെയായിട്ട് തിളപ്പിക്കുമ്പോൾ തന്നെ വെന്തു പോകും. ഉപ്പ് കറക്റ്റായിട്ടുണ്ട്. ഇത് കുറച്ച് നേരം കൂടെ ആ പൊടികളുടെ മണം കുറച്ച് പച്ചമണം മാറുന്നത് വരെ നമുക്ക് തിളപ്പിക്കാം. കറി ഇനി നല്ല കുറുകി വന്നതിന് ശേഷം നമ്മൾ ഇട്ട പൊടികളില്ലേ അത് നല്ലപോലെ കുഴച്ച് നല്ല എല്ലാ മസാല മൊത്തം പിടിപ്പിക്കണം. അതിൽ നല്ല മണം വരുന്നുണ്ട്. നല്ല കൊതിയൂറുന്ന മണം. ഇനി ഇതിലൊരു ഇൻഗ്രീഡിയൻസ് ഇടാനുണ്ട്. അതെന്താണെന്നല്ലേ, നല്ല നാടൻ വെളിച്ചെണ്ണയാണ് ഇടേണ്ടത്. അതൊരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം. ഈ വെളിച്ചെണ്ണ ഇട്ടതിന് ശേഷം പിന്നെ അധികം ഇട്ട് തിളപ്പിക്കരുത്. ഒന്ന് ചൂടാക്കിയതിന് ശേഷം അടുപ്പ് ഓഫാക്കാം. നല്ലോണം ഇളക്കി കൊടുക്കാം. നല്ല കുറുകിയ കറി വന്നിട്ടുണ്ട്. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. കറി റെഡി ആയിട്ടുണ്ട്. ഈ കറി ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി എന്തിൻ്റെ കൂടെയാണോ, നെയ്ച്ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ അരിപ്പത്തിരിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെയും തിന്നാൻ നല്ല ടേസ്റ്റുള്ള കറിയാണിത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എൻ്റെ കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കണം എന്താണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ന്. ഇനി എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരും അറിയട്ടെ ബീഫ് കറി ഇനി എന്തെല്ലാം തരത്തിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. നല്ല രുചികരമായ ബീഫ് കറിയല്ലേ, എല്ലാവരും ചെയ്ത് നോക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് എൻ്റെ
ഞാൻ വിചാരിക്കുന്നത്. ഇനി എല്ലാവർക്കും ബായ്. ഇനി ഒരു നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബായ്.